വൈറസ് ചാർജർ വെക്കുമ്പോൾ തന്നെ ഇത് ഓണാകുന്ന. പിന്നെ ഇത് 3-4 കോള് വന്നിട്ട് ഈ BSNL തന്നെ പറയുന്ന സ്വിച്ച് ഓഫ് ആണ്. രാവിലെ തിരിക്കണതിന് മുമ്പ് അന്നേരം കിട്ടിയില്ലേ? ആ അപ്പം ഞാൻ ഒരുങ്ങാൻ വീട് എവിടെയാ? പിറവങ്കാരൻ. ഓക്കെ. അതെയോ? എന്താ നിങ്ങൾ ഏതായിട്ടോ? ലൈറ്റിങ്. ഇപ്പം പുതിയ നമ്മുടെ ക്യാമറയ്ക്ക് അധികം ലൈറ്റ് വേണ്ടല്ലോ അല്ലേ? ചെയ്യാതിരുന്നാൽ അതിനുള്ള ക്ലാരിറ്റി എന്നാണേലും വീഡിയോയിൽ കുറയും. ഇത് ഏത് കമ്പനി? അരാരിയോ ഏതാ? ആ പുള്ളി പറയുന്ന കേൾക്കുകയും നിന്റെ മൈക്കിരിക്കുന്നത് ഇത് ചെയ്യുന്ന കമ്പനിയാ അല്ലേ? ഫിലിമിന്റെ ലൈറ്റിംഗ് അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം തരും. ക്യാമറ ഇല്ല? ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ നിന്നൊക്കെ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയി ഫിലിമ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഈ കമ്പനിയെ സമീപിച്ചാൽ നിങ്ങൾ അവിടെയുള്ള സെറ്റപ്പ് ആക്കി തരും. എവിടെയാണെങ്കിലും ഇന്റർനാഷണലി എവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ. ആർട്ടിസ്റ്റുകളും ഇവരുമായിട്ട് അങ്ങ് വരുമല്ലേ. അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മറ്റേ തായ്ലൻഡിലൊക്കെ വെള്ളത്തിലിറങ്ങിയുള്ള പാട്ടുകളൊക്കെ പിടിക്കുന്ന മുഴുവൻ അങ്ങനെയല്ലേ? ആ നമ്മുടെ ഇന്ത്യൻ ഫിലിമുകൾ ഒത്തിരി പാട്ടിന് വേണ്ടി അവിടെ പോയി ചെയ്യുന്നുണ്ടല്ലോ. നമ്മളാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തത്. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ? ഞങ്ങളുടെ താഹിർ സിനി ടെക്നിക്. താഹിർ സിനി ടെക്നിക് അല്ലേ? നമ്മളിപ്പോൾ എമ്പുരാൻ ചെയ്തു. ഇപ്പം നോബഡി പൃഥ്വിരാജിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു. എന്നാ? നോബഡി ജനിച്ച് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എഞ്ചിനീയർമാരാ നാളത്തെ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയുന്നേ. അങ്ങോട്ട് ഇലക്ട്രോണിക്സ് ആണ്. എന്താണ് ഇലക്ട്രോണിക്സിന്റെ അവിടെ പഠിപ്പിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലോ. എന്തറിയാം? എത്ര നാളായി ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷം. 3 വർഷമാണോ കോഴ്സ്? 9 തൊട്ട് ഈ ബേസിക്കലി ഇലക്ട്രോണിക്സ് സംബന്ധമായ രീതിയിലായിരിക്കും നിങ്ങളുടെ സിലബസ് അല്ല അല്ലേ? അപ്പോൾ വേറെ സിലബസിൽ മാറ്റിയിട്ട് ഇതിനായി പ്രാധാന്യം കൊടുത്ത് ഇത് പഠിപ്പിക്കുക. വേറെ എന്നാ വിഷയമാണ് പഠിക്കുന്ന കൂടെ? ഇംഗ്ലീഷോ? എന്നാ ഉണ്ട് കൊടുത്താൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ ചെറിയ സർക്യൂട്ട് ഒക്കെ തരും. ആർഡിനോ വെച്ച് ചെയ്യാനുള്ളത്. ചൈനയിലൊക്കെ അങ്ങനെ ചെറുപ്പം തൊട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഷയം പഠിപ്പിച്ചാ പോകുന്നു. ഞാൻ മേടിക്കുന്നു പോവല്ല. ഹലോ ഇല്ല ഇപ്പൊ ജിന്നാൻ്റെ ചെല്ലുമ്പോഴത്തേക്കും ചാടുവാണെങ്കിൽ മുഖ്യമന്ത്രി പോകുന്നു. മുഖ്യമന്ത്രി ആണ്ട് പോയി. 6 ഇഞ്ച് സ്പീക്കർ ഉണ്ട്. 6 ഇഞ്ചുണ്ട്. എത്ര വരും? 6 ഇഞ്ച് സോണിയും പൈനീറും ഉണ്ട്. രണ്ടിനും ഒരേ വില 3290. രണ്ടെണ്ണം അതെ. മേടിക്കാനാണ്. അപ്പൊ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഇതിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ? വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഇതിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ? ഇതിലിപ്പോ ഇത് തന്നെ പടമാണ് വരുന്നത്. നോബഡി ഇപ്പൊ കഴിഞ്ഞത് നോബഡി. അതെവിടെയാ ചിത്രീകരിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം, കേരളത്തിൽ തന്നെ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നതാണോ? അല്ല, പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പടമൊക്കെ നല്ലതായിരുന്നല്ലോ. എമ്പുരാനും എമ്പുരാൻ. ഓക്കെ. ആദ്യത്തെ ലൂസിഫറിന്റെ അത്ര ഒരു ഇത് എമ്പുരാൻ ഓടിയില്ല അല്ലേ? ഇപ്പൊ നാളെ റിലീസാണ് പടം നമ്മളെ നിവിൻ പോളിയുടെ പ്രതിച്ഛായ. അതെ അല്ലേ? ഇപ്പൊ തിയേറ്ററിലൊന്നും പോയി ആരും അങ്ങനെ പടമൊന്നും കാണുന്നില്ലെന്ന്. എല്ലാം പ്ലാറ്റ്ഫോമിലൊക്കെ കാണാറുള്ളൂ. ഞാനൊക്കെ സിനിമ കണ്ടിട്ട് എത്രയോ നാളായി.
കാരണം നമ്മൾ ഈ ഒന്നാമത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും 3 മണിക്കൂറൊക്കെ ഇരുന്ന് കാണണ്ടേ. ഇംഗ്ലീഷ് പടം പോലെയൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ പാടുള്ളൂ. 3 മണിക്കൂറൊക്കെ ഇച്ചിരി ഓവറാണ്. പണ്ടത്തെ മലയാളി ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ട് കാണും, അത് ആ കാലം അങ്ങനെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതുപോലെ ജോലി ചെയ്താൽ പോലും ജീവിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും എക്സ്പെൻസ് കൂടുതലാണ്. ഇത് നമുക്ക് ഹീറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ചൂടാവില്ല. എനിക്ക് എന്തായാലും പറഞ്ഞു. ആ കാർഷികയുടെ ഒക്കെ പുറകെ തൊട്ടാൽ എന്നാ ചൂടാ. അത് ഭയങ്കര ഇതിപ്പോൾ ഓണായിട്ടിരിക്കും. ഇതൊന്ന് കൈ വെച്ച് നോക്കി, ഒരു നൈസ് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ അന്നേരം തൊട്ട് ഓണായി നിൽക്കുന്ന, ഇപ്പോൾ വർക്കിങ്ങിലാ നിൽക്കുന്നത്. അല്ല, ഞാൻ വീഡിയോ കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നപ്പോൾ ഓൺലൈനിൽ ഒരുപാട് കാണിക്കുന്നുണ്ട്. ഒത്തിരി ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ നോക്കിയും കണ്ടും മേടിച്ചില്ല, പൈസ. അതില് ഞാൻ നോക്കി കഴിയുമ്പോ അതിന്റെ കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഒരാൾ നല്ലതെന്ന് അതിൽ ഇട്ടിട്ടില്ല, ബാഡ് കമന്റാ മൊത്തം. അപ്പൊ ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ നോക്കി ഇതിലാരും, ഞാൻ ഇവിടെ എടുത്തു നോക്കി വീഡിയോസിലെല്ലാം ഞാൻ കമന്റ് ഒക്കെ എടുത്തു. എനിക്ക് ഒത്തിരി പൈസ പോയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ പല ആൾക്കാരുടെ നിന്നും മേടിച്ചത് ഇപ്പൊ ആയിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പൈസ പോയതാണ്. അതായത് ഞാനിപ്പോൾ കൊടുത്തേച്ച് ഇപ്പോൾ ഉടനെ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മളൊരു മനസ്സാക്ഷി വെച്ച് മാറിക്കൊടുക്കും. അങ്ങനെ ഒരു 10 മാറിക്കൊടുക്കുമ്പോഴും നമ്മുടെ പരിപാടി ചെയ്യും. അങ്ങനെ മനസ്സിലായി. നമുക്കിത് സപ്ലൈ ചെയ്യുന്നവർ യാതൊരു ഗ്യാരണ്ടിയും തരുന്നില്ല, ചെക്കിംഗ് വാറണ്ടി പോലും ഇല്ല, ചെക്ക് പോലും ചെയ്യാതെ തരുന്നത്. അപ്പോൾ അങ്ങനെ നേരത്തെ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇമ്പോർട്ടർ. അവരുടെ സാധനം എനിക്ക് ഒരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒറ്റ പീസ് പോയിട്ടില്ല. അതെൻ്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു. കാരണം ഈ സാധനത്തിൻ്റെ സപ്ലൈ പോലും തിരിച്ചു കൊടുത്താൽ പോകില്ല, ഔട്ട്പുട്ട് ഷോർട്ടായാൽ പോലും പോകത്തില്ല. അത്ര നല്ല പ്രൊട്ടക്ഷൻ. മോശം ഒരു സ്പീക്കർ കൊണ്ടുപോയി കൊടുത്താൽ അത് അന്നേരെ കട്ട് ഓഫ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ റേറ്റിൻ്റെ പകുതി റേറ്റ് സാധനമായിട്ട് ആൾ വന്നു എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനത് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ വേറൊരാൾ റേറ്റ് പറയുമ്പോൾ കുറേ അവന്മാർ വന്നിട്ട് 1500 തരാം, 1700 തരാം, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, 100 എണ്ണം വന്നിട്ടുണ്ട്, 1000 എണ്ണം വന്നിട്ടുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി, എവിടെ വേണേൽ കൊറിയർ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഐറ്റംസ് എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നു. കാരണം അല്ല എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് റേറ്റ് പറയുമ്പോൾ അവർ പറയും, ഓ അത്രയൊന്നും വിലയില്ലല്ലോ, അത് ഫേസ്ബുക്കിൽ കിടപ്പുണ്ടല്ലോ 1500 രൂപയ്ക്ക് കിടപ്പുണ്ടല്ലോ, മറ്റേടത്ത് ഓൺലൈനിൽ കിടപ്പുണ്ടല്ലോ 1300. അപ്പം ഞാനത് പഠിച്ചതിൽ കൊള്ളാവുന്ന ഒരു പാർട്ടി നമുക്ക് റേറ്റ് കുറച്ച് തന്ന ഒരു പാർട്ടിയുടെ നിന്ന് ഞാൻ കുറച്ചെടുത്തു. എടുത്തതിൽ ഒരു 25% ഡാമേജ് ആയിപ്പോയി. പക്ഷേ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞു, അങ്ങനെ ഡാമേജ് ആയി. അപ്പോൾ അത് ഞാൻ പിന്നെ അതങ്ങ് സഹിച്ചു. അല്ല അപ്പം എന്നാ ചെയ്യുന്നു, ഒരു ബിസിനസ് ആകുമ്പോൾ അങ്ങനെ ആണല്ലോ. പിന്നെ ഞാൻ എൻ്റെ റേറ്റ് ഇതാണ്, വേണ്ടവൻ വന്നാൽ മതി. എനിക്ക് ഒരു പീസ് കൊടുത്താൽ ആ ഒരു പീസിൻ്റെ എൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അയാൾക്കൊരു ബുദ്ധിമുട്ട് വരും. ഇനി അഥവാ അയാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി പോയാൽ പോലും ഞാൻ അയാൾക്കത് മാറിക്കൊടുക്കും എന്നുള്ളൊരു ഇതിൽ ഞാൻ നല്ല സാധനം എടുത്ത് വീണ്ടും പഴയ കണ്ടീഷനായി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ട് വന്നുള്ളൂ. എല്ലാവരും നല്ല കമന്റ് ഒക്കെ പറഞ്ഞത് എപ്പോഴാണ് ഇങ്ങനെ കണ്ടിന്യൂസ് 5 മാസം കണ്ടായിട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഓഫ് ചെയ്തിട്ടില്ല. ഞാനത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, എന്തായാലും ഇന്ന് വന്നേക്കാം. അത് കോശി കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം പുള്ളി വരും, പുള്ളി TV റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ പുള്ളി വരും. വരുമ്പോൾ പുള്ളിയെ കൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയും. ഞാൻ ആ വീഡിയോ കണ്ട് കഴിഞ്ഞ വഴി അപ്പം തന്നെ വിളിച്ചു ഇങ്ങോട്ട്. അന്നേരം പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാനിത് നേരത്തെ ഇത് ആംപ്ലിഫയർ പോകുന്ന സെറ്റിനകത്ത് വെക്കാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം സോണിയുടെ ഒക്കെ ആണെങ്കിലും ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് ക്ലാസ് ഡി പോകുന്ന സെറ്റുകൾക്ക് സ്പീക്കറുമായിട്ട് കറക്റ്റ് മാച്ചാം. അപ്പോൾ ആ മദർ ബോർഡ് കിട്ടാനില്ലാത്ത ഒത്തിരി ബോർഡുകളുണ്ട്, ടവർ സ്പീക്കർ, ആംപ്ലിഫയർ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ സാധനം ഞാൻ കിട്ടിയപ്പം ഞാനത് വെച്ചത്. വെച്ച് ഞാൻ ഒത്തിരി നാളായിട്ട് അങ്ങനെ അവർ തരാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ വരുമ്പോൾ കുറച്ച് പീസൊക്കെ വരുള്ളൂ. വരുമ്പോൾ ഒരു 20 പീസ് 30 പീസ് വരുമ്പോൾ എനിക്ക് അയച്ചു തരും. ഞാനത് കീപ്പ് ചെയ്യും. തീർന്നു കഴിയുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്യും. അങ്ങനെ ഒരു 3-4 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാധനം ഞാനൊരു സുപ്രഭാതത്തിലെടുത്ത് ഈ സാധനം ഇങ്ങനെ ഉപയോഗിക്കാം, ഈ സ്പീക്കറുകൾക്ക് വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടു. അത് പിന്നെ ഈ സാധനം വൈറലായി. ഇത് ചോദിച്ച് നാട്ടിൽ മുഴുവൻ ആൾക്കാർ നടക്കാൻ തുടങ്ങി. നമുക്ക് വണ്ടിയിൽ വെക്കാനും അധികം സ്പേസും പോകില്ല. അതെ, അങ്ങനെ ആൾക്കാർ നടക്കാൻ തുടങ്ങി. ഈ TB21 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇമ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ സാധനങ്ങൾക്കും ഈ പേരിൽ ഇമ്പോർട്ട് ചെയ്യും. ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നവരേ ഉള്ളൂ. ഇൻഡക്ഷൻ കുക്കർ പ്രീതിയുടെ ഉണ്ട്, മറ്റേ ഐബല്ലിനുണ്ട്, എന്ന് വേണ്ട 100 കണക്ക് കമ്പനികൾക്കുണ്ട്. പക്ഷേ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ എന്നാണ്. എന്ന് പറഞ്ഞാൽ TB21 എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ പകുതി മാനുഫാക്ചർ ചെയ്ത ബോർഡ് മാത്രം ചെയ്ത ഒരു ബോർഡിന് ഉള്ള പേരാണ് TB21. ആ പേരിൽ വേണം നമുക്ക് ഇറക്കണേൽ ഇറക്കാൻ, ഇമ്പോർട്ട് ചെയ്യണേ. കാരണം ആ കാറ്റഗറിയിൽ അത് രജിസ്റ്റേർഡാണ്.
അല്ല ഇനി ഞാൻ വേറൊന്നും ചെയ്യണമെങ്കിൽ ഞാൻ ആ സാധനത്തിന് നമുക്ക് ഇന്ന ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് ഞാൻ ഇമ്പോർട്ട് ലൈസൻസ് അതിന് വേണ്ടി എടുക്കണം. ഇതാണ് ഓൾറെഡി ഉള്ള ലൈസൻസിൽ ഞാൻ ആ സാധനം തന്നെ എൻ്റെ പേരിൽ ഇറക്കുന്നു. ഇത്ര ഉള്ളൂ സംഭവം. അതുകൊണ്ടാണ് ഇതിനെല്ലാം ഒരു പേര് വന്നത്. പക്ഷേ ഇത് ഒരു സാധനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ കാണിക്കാം. ഇത് രണ്ടുകൂടെ വെച്ച് നിങ്ങളിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വ്യത്യാസം മനസ്സിലാവും. പക്ഷേ എഴുത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ലൈസൻസ് എല്ലാം പക്ക ഒരുപോലെ തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസമില്ല. അതങ്ങനെ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. അത് ആൾക്കാർ മനസ്സിലാക്കണം. ഇപ്പോൾ TV21 വാളെടുത്തോളം എല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ TV21 എഴുതിയാതെല്ലാം ഒരു സാധനം അന്ന് തെറ്റിദ്ധരിച്ചാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ്, പുള്ളി ഇവിടെ വരുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഞാനിത് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും പുള്ളിയുടെ മോൻ ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്ത് സാധനം കിട്ടി, മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇത് വർക്കാവുന്നില്ല. അവർ റിട്ടേൺ പോളിസി പറഞ്ഞതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി, ആ പ്രശ്നമായി. അപ്പോൾ പുള്ളി ആ സാധനമായിട്ട് ഇവിടെ വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഓൺലൈനിലെ ചതിക്കുഴിയുള്ള എന്തോ അങ്ങനെ കണ്ടൊരു ഇത് ചുമ്മായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സാധനം ആ കസ്റ്റമർ ഇവിടെ വന്ന് ഈ പുള്ളിയുടെ സാധനം അത് കൊള്ളത്തില്ല, അത് മാറി നമ്മുടെ ഈ സാധനം കൊണ്ട് ഇപ്പോൾ പുള്ളി കൊണ്ടുപോയിട്ട് എനിക്ക് 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്, 2 അല്ല 1 വർഷം. ആ വീഡിയോ നോക്കിയാൽ മതി, ആ വീഡിയോയുടെ അത്രയും നാളായി. അപ്പോൾ അന്ന് പുള്ളി ചെന്നിട്ട് ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അത് നമുക്കത് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഞാൻ നല്ലതുണ്ടെങ്കിൽ വിൽക്കുന്നുള്ളൂ, അല്ല നമ്മൾ വിൽക്കുന്നില്ല. ഇപ്പോൾ പവർ സപ്ലൈ തന്നെ ആണെങ്കിലും നമുക്ക് ഹെവി പവർ സപ്ലൈ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും വലിയ പെട്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെവി പവർ സപ്ലൈ, അതായത് 15 ആംപിയർ വരെ കിട്ടുന്ന 38 വോൾട്ടുള്ള പവർ സപ്ലൈ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് അതിൽ കുറഞ്ഞ ചെറിയ സാധനം വെച്ചാൽ ഇത് വർക്കാവും, പക്ഷേ അതിനകത്ത് നിന്നുള്ള റിസൾട്ട് നമുക്ക് ഇനി കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഒത്തിരി. അപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ല മദർ ബോർഡും നല്ല പവർ സപ്ലൈ ആണ്, നല്ല സൂപ്പർ വർക്കിംഗ് സാധനമാണ്. ഇതിനങ്ങനെ ഒരു കേടേ ഇല്ല. പിന്നെ ഇനിയിപ്പം ഇതിപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ സപ്ലൈ ഊരിയിട്ടിട്ട് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. അതെല്ലാം കഴിഞ്ഞ് അവസാനം മാത്രമേ സപ്ലൈ കൊടുക്കാവുള്ളൂ. ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ പോയി ഷോർട്ടിങ് ആയൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, സപ്ലൈ ഒരാൾക്ക് അങ്ങനെ പറ്റി, പുള്ളി തന്നെ എന്നോട് സമ്മതിക്കുകയും ചെയ്തു, റീസെൻ്റ് പുള്ളി കേട്ടോ. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റ് വേറെ ബോർഡ് കൊടുക്കാം, പുള്ളിയുടെ കുഴപ്പമാണെന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു. ഞാനത് പാടിക്കൊണ്ടിരുന്നത് 3-4 മാസം മുമ്പ് ഞാൻ കൊടുത്താൽ അപ്പോൾ പാടിക്കൊണ്ടിരുന്ന. അപ്പം ഒരു വേറൊരു സ്പീക്കർ കിട്ടിയപ്പോൾ കണക്ഷൻ കൊടുത്തു, അന്നേരം വയർ പോയി ഷോർട്ടായി പോയതാണ്, അങ്ങനെ ഇത് കംപ്ലൈൻറ്റ് വന്നതാണെന്ന് പുള്ളി തന്നെ സമ്മതിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർ സമ്മതിക്കാറില്ല, ആരും സമ്മതിക്കരുത്, തന്നെ പോയതാണെന്നേ പറയുള്ളൂ. അപ്പോൾ അത് പുള്ളിയുടെ ആ ഒരു വിശ്വസ്തത വെച്ചിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു കുറച്ച് പൈസ അതാ, ഞാൻ പുതിയ മോഡൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ ഇത് കംപ്ലൈൻറ്റ് വരില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, പവർ സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം കണക്ഷൻ എല്ലാം കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം പവർ സപ്ലൈ ഓൺ ചെയ്യും. അത് അത്രയൊക്കെയുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതൊന്നും ഒരു തന്നാക്കി, ഇതാകുമ്പോൾ ചെക്ക് ചെയ്ത സാധനമല്ലേ, ഇത് കൊടുത്തരാം മേനെ, മറ്റേ പുള്ളി വരുമ്പോൾ അടുത്ത് ചെക്ക് ചെയ്യാം. അന്ന് പണ്ടത്തെ ഇതിൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് പോലും കംപ്ലൈൻറ്റ് വരികയില്ലെന്നുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം തിരിച്ച് കിട്ടി ഈ അവരുടെ തന്നെ മേടിച്ചപ്പോഴാണ്. ഇടക്കാലം കൊണ്ട് ആത്മവിശ്വാസം എല്ലാം പോയായിരുന്നു. ഈ ആമസോണിൽ തന്നെ എടുത്തു നോക്കി, ഒരു ഈ സാധനം തന്നെ 2500 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, 3000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ഭയങ്കര വില വ്യത്യാസം, പടം എല്ലാത്തിൻ്റെ ഒന്നും ഇല്ലാതെയാണ് ഇതിൻ്റെ വില കിടക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മൾ 2000 രൂപയ്ക്ക് പവർ സപ്ലൈ ഇല്ലാതെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ 2500 രൂപയ്ക്കാണ് പവർ സപ്ലൈ ഇല്ലാതിട്ടിരിക്കുന്നത്. 1500 രൂപയ്ക്ക് ഉള്ളവനുണ്ട്. സാധനം വരുമ്പോൾ വേറെ മോഡലാണ്. ഇതിന് കൊടുക്കാം, സ്പീക്കറിൽ 4 സ്പീക്കർ കൊടുക്കാം, ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ 4 ohms ആണെങ്കിൽ 4 ohms 2 പാരൽ ചെയ്തിട്ട് 2 കൊടുക്കുക. 8 ohms ആണെങ്കിൽ 2 പേരും നേരെ വലിച്ചും കൊടുക്കുക. 8 ആണോ 4 ആണോ നിങ്ങളുടെ? 4 ഡോറേ മാത്രമേ ഉള്ളൂ. അത് 4 ohms ആണ്, 8 ohms ആണ്. അതാണെങ്കിൽ അതിൽ അതൊരു മീറ്റർ വെച്ച് നോക്കിയാൽ അറിയാം. അത് ഈ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ ഓംസ് കാണിക്കും. 4ന്റെ ചെറിയ സ്പീക്കർ ആയിരിക്കും അത്. 4 ohms അറിയണ്ട, ഓംസ് എല്ലാവർക്കും. ഇതിപ്പോൾ ഒരു സപ്ലൈ, ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ കൊടുത്താൽ നമ്മൾ തരുന്നത്. ഇത് നേരെ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ വീട്ടിലായി. പിന്നെ വണ്ടിയെ വെക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പിന്നോടെ തരുന്നുണ്ട്, ആ പിന്നെ വണ്ടിയിലോട്ടും കൊടുത്താൽ മതി. അപ്പോൾ ഊരാനും എടുക്കാനും എളുപ്പമുണ്ട്. 2 സോക്കറ്റ് വെച്ചിരിക്കുന്ന അതിനാ. ഇത് ഉണ്ടാക്കിയാൽ ബുദ്ധിയുള്ളവനാ, ഞാനല്ല, വേറെ ആരോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അത് കഴിഞ്ഞ് ചേട്ടൻ്റെ മറ്റേ യൂട്യൂബിനകത്ത് വരുന്നുണ്ട്. സുഖമാണോ? എന്നാ അയർലൻഡിൽ നിന്ന് വന്നേ?
ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. ബാറ്ററിക്ക് ചാർജ് ആ പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്തിരുന്നത് ഒരു ദിവസം അത്. അപ്പം ഇത് ഞാൻ ഓൺലൈൻ മേടിക്കുന്നതിന് മുമ്പ് റിവ്യൂക്കകത്തുണ്ടായിരുന്നു സ്വിച്ച് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ഞാൻ അത്ര മൈൻഡ് ചെയ്യാതെ ഈ റിവ്യൂ വരുമല്ലോ യൂട്യൂബിനകത്ത്, അത് കറക്റ്റാ. അപ്പൊ അതിനകത്തായിരുന്നു എക്സലിന്റെ സെറ്റ് നേരത്തെ മേടിച്ച. ഓ അമ്മ ഇതെടുക്കല്ല, അമ്മയുടെ കമ്പനി സാധനം തന്നെയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ സ്വിച്ച് പ്രശ്നമുള്ളെങ്കിൽ ഞാൻ മാറിത്തരാം. ചിലപ്പോൾ ഇവന്മാർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് സ്വിച്ച് ആയിരിക്കും. അല്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ ടൈപ്പ് സ്വിച്ച് ഇല്ലെങ്കിൽ വേറൊരു സ്വിച്ച് ആണെങ്കിലും നമുക്ക് അവിടെ സൂട്ട് ചെയ്യാം. സ്വിച്ച് പ്രശ്നം കാരണം ഇത് റിവ്യൂലുണ്ടായിരുന്നു കറക്റ്റായിട്ട്. ഈ റിവ്യൂ വളരെ കറക്റ്റാ, എനിക്കത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ പക്ഷേ അത് അല്ല, ബോർഡ് കംപ്ലൈന്റ് വന്നാലും ഓൺ ആകാതെ വരാം. സ്വിച്ച് ഓൺ ആയിട്ട് ഇന്നലെ ഒരു സെബ്രോണിക് ഉണ്ടായിരുന്നു, അത് ബോർഡ് കംപ്ലൈന്റ് ആയിരുന്നു. അവരും സ്വിച്ച് പോയാന്ന് പറഞ്ഞ് ഞാനും സ്വിച്ച് പോയാന്ന് ഞാൻ വിചാരിച്ചു. അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ സ്വിച്ചിന് ഒരു കുഴപ്പമില്ല. പിന്നെ ബോർഡിൻ്റെ ആയിരുന്നു, അത് റെഡിയാക്കി എടുത്തു. ആ ആ പിന്ന് മാത്രം, അത് വയറോ? പിന്ന് തന്നെ. അല്ല വയറ് കൂട്ടി ആണെങ്കിൽ അതായത് എനിക്ക് ഇതല്ലേ ഉദ്ദേശിച്ചേ? ഇത് ഈ എപ്പോസിറ്റ് സ്പീക്കറിന്റെ ആർസിബിനൊന്നും ഞങ്ങൾ കടയിൽ നിന്ന് എടുത്ത് വെക്കുകയല്ലേ, സാധനം വേണ്ട. വേണ്ടെന്നല്ല, കിട്ടാനില്ല. ശരി, ഞാൻ വരുമ്പോൾ തരാം. ഇപ്പോൾ എൻ്റെ ഇത് ഇരിപ്പില്ല. RCBൻ്റെ നല്ലത് എനിക്ക് ഒരിടത്തുനിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. നല്ല ക്വാളിറ്റി, ഏതാണ്ട് 50 രൂപ വരെ ഉള്ളായിരുന്നു. ആ അതെപ്പോഴും കാണുന്നല്ല. ആ പറഞ്ഞോ. ആ സബ് നമുക്ക് പൈനറിൻ്റെ സബ്ബാണെങ്കിൽ ഒരെണ്ണം 7000 രൂപയും ഒരെണ്ണം 9000 രൂപയും, 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ കോയിലും ഡബിൾ കോയിലും. പിന്നെ ആമ്പ് തരാം. ആമ്പ് വരുമ്പോഴത്തേക്കും 2000 രൂപ വരും. ആ 2.1 ആമ്പാണേ, അല്ലാതെ മറ്റേ കാറാമ്പാണോ ഉദ്ദേശിക്കുന്നത്? ആ ആമ്പാണെങ്കിൽ 2000 രൂപ. നേരെ 12 വോൾട്ട് കൊടുത്ത് അത് 2 സ്പീക്കറും കൊടുക്കാം, ഒരു സബ് ഊഫറും കൊടുക്കാം. സ്പീക്കറിന് പൈനറിൻ്റെ സ്പീക്കറിന് 6000 രൂപ, സോണിക്ക് 4990, പിന്നെ ബ്ലൂ പന്താണെങ്കിൽ 5990. സ്പീക്കറിന് പിന്നെ വല്യപ്പനെ എടുത്ത പിള്ളേര് വിഷയം ഉണ്ടാക്കുന്നു. ആ സ്വന്തം മക്കളെയൊക്കെ അപ്പനേക്കാളും ഇഷ്ടം പിള്ളേർക്ക്. ആ ആ അതെ അതെ അതെ. ആ ആ നമ്മളതൊന്നും ചെയ്യല്ലാത്തതുകൊണ്ട് അതങ്ങനെയാണ്. ആ അല്ല, ഇവരില്ലെങ്കിൽ പിന്നെ ഒരു രസമില്ലല്ലോ. ഓ സാറ് പോലീസ് സി ആയിരുന്നോ? ചാർട്ടേഡ് അക്കൗണ്ട്. ആ സി എക്കാരനായിരുന്നു. ആ ഓക്കെ. ആ ചെയ്തേക്കാം. ആ ഓക്കെ, ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി, എനിക്ക് കാണാം. ഓണായി. പെൻ ഡ്രൈവ് ഉള്ള ഫിറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ പവർ ഓൺ ചെയ്ത്, പവർ എല്ലാം കാണിക്കും. മറ്റേ കൂട്ട റീചാർജബിൾ ബാറ്ററിയാണ്. എത്തിട്ടോ, ലൈൻമാൻ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ എല്ലാ അപ്പുറയൊക്കെ നോക്കുന്നുണ്ട്. ഡ്യൂ കണ്ട് ഞാനിന്ന് പൊങ്ങി വരുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ സെറ്റ് കാണിച്ചപ്പോൾ ഒത്തിരി കമൻ്റ് അതിൻ്റെ അടി വന്നായിരുന്നു. കമൻറ്റ് വന്നത് ആ സെറ്റിൻ്റെ സ്പീക്കറല്ല, അത് വേറെയാണെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ പെൻഡ്രൈവ് പിടിപ്പിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഈ സാറിൻ്റെ ആണ് ആ സെറ്റ്. ഈ പെൻഡ്രൈവ് ഞാനാണല്ലോ പിടിപ്പിച്ചത്, ഞാനല്ല ഇത് പിടിപ്പിച്ചത്. ഇത് നേരത്തെ പിടിപ്പിച്ചിരുന്ന സാധനമാണ്. ആ അത് പോയത് ഞാൻ ഒന്ന് മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്പീക്കർ ഈ സെറ്റിൻ്റെ കൂടെ ഉള്ളത് തന്നെ അല്ലായിരുന്നു, ഈ സെറ്റിൻ്റെ കൂടെ ഉള്ള സ്പീക്കർ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതല്ലെന്ന് പറഞ്ഞവർക്ക് തെറ്റി. ആ പെൻഡ്രൈവ് ഞാനാണ് പിടിപ്പിച്ചതെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടവർക്കും തെറ്റി. അപ്പോൾ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട്.
बस तू ही जानी मैनू सिर्फ या पेश कर लग बोलो थोड़ा जिहा सिक जाके प्यार करने दा वाल झूठे सन साडे बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू ഇതിൻ്റെ ഏരിയലിൻ്റെ ഒരു റിങ് പോലത്തെ ഒരു സാധനമുണ്ട്. ഉണ്ടോ? വീട്ടിലുണ്ടോ? അതുകൊണ്ട് FM കൂടെ കിട്ടിയേനെ. ചിലതിപ്പം 88,000 രൂപ. ആ സാധനം വേണം എൻ്റെ ഏരിയയിൽ. AUX mode. ആ മൊബൈൽ ഇനി ഓണാക്കി തന്നേരെ. Bluetooth mode. ബ്ലൂടൂത്ത്. അതിൻ്റെ കൂടെ ആ റിമോട്ടിൻ്റെ ഒരു 150 രൂപ കൂടെ കൂട്ടണേ. നമസ്കാരം. നമ്മുടെ ഈ ബ്രാൻഡിന്റെ കൂടെയുള്ള വേറൊരു ബ്രാൻഡ് വാച്ച് ബ്രാൻഡ്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള വാച്ചിന്റെ കളക്ഷൻ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ Making their cars look like. ഓക്കെ ആണേ. അതിൻ്റെ ഊഫർ എടുമാണ്. ഊഫർ നിലത്തിരിക്കുന്നത്, അത് താഴെ ഇരിക്കുന്നത്, അതിൻ്റെ നിലത്തിരിക്കുന്നത്, അങ്ങേയറ്റത്ത് നിലത്തിരിക്കുന്നത്. ആ അത് ഇങ്ങോട്ട് എടുത്താൽ മതി. അതൊക്കെ പൊക്കി എടുത്തോളും പുള്ളി. ഹലോ 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 ആ പറഞ്ഞോ. അതെ 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 കേൾക്കാം മോനെ, പറഞ്ഞോളൂ, കേൾക്കാം. ശരി. ഓ ഇല്ല, അതവിടെ ഇരുന്നോളൂ. ആ അനങ്ങേരാ. ഹലോ ആ പറഞ്ഞോ. കണക്ട് ചെയ്യാം. അതെ, വാട്സാപ്പ് എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കും. ഒത്തിരി പേര് ഇട്ടിട്ട് വാട്സാപ്പ് സ്റ്റക്കായി പോകുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത്. പലപ്പോഴും ഓപ്പൺ ആകാൻ തന്നെ പാടാ. നമുക്ക് സോണിയുടെ ഹോം തിയേറ്ററാണോ? എന്നാത്തിൻ്റെയാ? നമ്മുടെ ഇരുന്നത് പഴയത് സോണിയുടെ ഹോം തിയേറ്ററിന് ആംപ്ലിഫയർ പോയിട്ട് ഞാൻ സാധാ ആംപ്ലിഫയർ വെച്ചിരുന്നു. അത് ഈ തുരുമ്പ് പിടിച്ച് പോയേ. ആ ഇതിപ്പോൾ നമുക്ക്
കണ്ടോ സാർ, കണ്ടോ എന്റെ കണ്ടോ? ആ സോണിയുടെ ആ ഒരു 1000 വാട്സിന് താഴോട്ടുള്ള എല്ലാത്തിനും ആ ഇത് speaker അത് നല്ല ആംപ്ലിഫയർ വർക്കിംഗ്. ഫാനുള്ളതാണോ? ഇത് ചെറിയ സ്പീക്കറുള്ള എന്റെ സ്റ്റാൻഡ് കാർ കണ്ടോ? ആ ഓക്കെ ആ ആ ആ ശരി. വാട്സപ്പ് കിട്ടിയോ? ആ ഒന്ന് ഹായ് ഇട്ടായിരുന്നു, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ശരി. ഇത് വണ്ടിയെ വെക്കാനല്ലേ? ഇത് വണ്ടിയെ വെക്കാനാകുമ്പോൾ ഫാനുള്ളത് പറ്റിയല്ല, അത് 38 വോൾട്ടാണ് വണ്ടി. വണ്ടിയല്ല, ഇത് ഈ ഇതേ പറ്റുള്ളൂ വണ്ടിയെ മാക്സിമം. പക്ഷേ ഇത് നല്ല പെർഫോമൻസാണ്. ആ സബൂഫർ കൂടെ എത്തിയല്ല. മാറി മാറി മാറി. ഇച്ചിരി നീളമുള്ളതുണ്ടോ? ഇത് കറക്റ്റ് അറ്റപ്പറ്റ അവനുണ്ടാക്കി വെച്ചത്. ഹലോ ഹലോ ഹലോ, നിനക്ക് ജോലിയില്ലേ? ചോറിനാ ഷോർട്ടായിട്ട് എടുത്താൽ മതി. വിളിക്കാം. ഒരു ചേട്ടൻ ഇന്നലെ വന്നത് നമ്മളിത് മേടിച്ചുകൊണ്ട് ചേട്ടനാണ്. പുള്ളി പിന്നെ വേറൊരു സോണിയുടെ സെറ്റ് ചെയ്യാൻ വന്ന. അപ്പോൾ അയലോക്കത്തെ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ കറങ്ങി നടക്കാൻ. അവിടെ ഒരു ട്രാവലറുണ്ട്, അതിനകത്തു നിന്നാണോ ഇടി കേൾക്കുന്നത്, എവിടെ നിന്നാണെന്നല്ല. ഈ പുള്ളിയുടെ അടുത്ത് ഇവിടെ എപ്പോഴും ഒരു മുഴക്കോ ഇടിയും കേൾക്കാം. കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ട് എവിടെയാണെന്ന് പുള്ളിയോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിലാന്ന് പറഞ്ഞത് അവിടെ കിടക്കുന്ന സകല വണ്ടിയിലും പോയി നോക്കിയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നിലത്തോട്ട് വെച്ചാൽ അത് മുഴങ്ങും, ഇരട്ടി. ഇതിലും കൂടുതൽ കിട്ടും അല്ലേ? ഇരട്ടിയാവും. ഇതിപ്പോൾ മണ്ട വെച്ചിരിക്കുന്നുണ്ടാവും മുഴങ്ങാത്ത. നിറക്കി വെച്ച് നോക്കി അപ്പം പെട്ടെന്ന് മനസ്സിലാവും വ്യത്യാസം വരില്ലേ? സബൂഫർ നിലത്ത് വെക്കണമെന്ന് പറയുന്നത്. ശരിയാണ്. അതോട്ട് വെച്ചു സംഗതി എപ്പോഴും മാറും. ഇതാ തൊട്ട് വയ്ക്കും. കൺട്രോൾ ഏതൊക്കെയാ അപ്പം? വോളിയം, ബാസ്, ട്രിപ്പിൾ, സബൂഫറിൻ്റെ വോളിയം, സബൂഫറിൻ്റെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കുറച്ചാൽ ആ ട്രിപ്പിൾ കുറയും. ഇതിപ്പം ഇതിനകത്ത് ഇതിപ്പോ ഏത് സബ്ബാ? മറ്റേ ഡുവലാണോ? നാളെ തരാം. ഉണ്ടോ? കാറാമ്പ് പൈനിയറിൻ്റെ ഉണ്ട്.
സോണിയുടെ തീർന്നിരിക്കുക. എന്നാ സോണി ഇപ്പം ഇല്ല, സ്റ്റോക്കില്ല. ഡി കിട്ടുമോ? ഡി പ്ലസ് വേണം വേണോ? മോണോ കിട്ടും, 2 ചാനൽ വരെ. അത് സിംഗിൾ മതി. നമുക്ക് സബ് മാത്രം? സബ് മാത്രം, അത് ഞാൻ തരാം. ഇതിലിപ്പോൾ എത്ര ചാനൽ കിട്ടും? 2 ചാനലും ഒരു സബ് ഊഫറും. ഇതിൻ്റെ 4 ഉണ്ടോ? അല്ല, ഇത് 4 കൊടുക്കാത്. ഇത് 3 ohms to 8 ohms ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് 2 സ്പീക്കർ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാരൽ ചെയ്തോ അല്ലെങ്കിൽ സീരിയൽ ചെയ്തോ കൊടുക്കാം. 2 ചാനലായിട്ട് 4 ഡോറയിലും സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് വേണം ചെയ്യാം, അല്ലെ ഫ്രണ്ട് ബാക്ക് ആയിട്ട് വേണം ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഓംസ് നോക്കുക. അതിൻ്റെ 4 ohms ആണെങ്കിൽ സീരിയൽ ചെയ്യുക. ഞാൻ പലപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. 8 ohms ആണെങ്കിൽ പാരൽ ചെയ്യുക. ഓക്കെ. നമ്മുടെ മിഡ് റേഞ്ച് സ്പീക്കർ അല്ലേ പനീറിൻ്റെ? അതാ. അത് എത്ര ohms ആണെന്ന് നോക്കിയാൽ മതി, ഒരു വിഷയമില്ല. സാറിന് വരുന്ന അത് കഴിഞ്ഞെടുത്ത് പൈനീറിൻ്റെ ആ സ്പീക്കർ എത്ര ohms കാണിക്കുന്നത്, മിക്കവാറും എല്ലാം അത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ സ്ഥലം എവിടെയാ? പൂഞ്ഞാറ്. ഓക്കെ. അതല്ലെന്നേ, ഇതിൻ്റെ ohms എത്രയാണെന്നറിയാമോ? ഇവിടെ ohms ചെയ്തിട്ടുണ്ടോ? ഇതായിരുന്നു. അതേ കിട്ടും തോന്നുന്നു, അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും അല്ലേ? എത്ര ohms ചെയ്തിരിക്കുന്നത്? വിയറ്റ്നാം. അത് അങ്ങനെ ohms പറഞ്ഞിട്ടില്ല. എന്നാ അവരങ്ങനെ അല്ല, ഫ്രണ്ടിൽ ohms വരണ്ടല്ലേ? എഴുതി കാണിക്കേണ്ടതാണ്. 4 അല്ല 8. അതാ പിടിപ്പിക്കുന്നവർ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിട്ടും. മൾട്ടിമീറ്റർ എല്ലായിടത്തും കാണുമല്ലോ. അതായത് നമുക്ക് 3ക്കും 8നും ഇടയ്ക്കുള്ള ഒരു ohms ആയിക്ക് നമ്മൾ മാറ്റുക. 8 ആണെങ്കിൽ 2 എണ്ണം പാരൽ ചെയ്യുക, 4 ആവും. 4 ആണെങ്കിൽ 2 എണ്ണം സീരിയൽ ചെയ്യുക, 8 ആവും. അത്രേ ഉള്ളൂ സംഭവം. 3 ആണെങ്കിൽ 2 എണ്ണം സീരിയൽ ചെയ്യുക. മിക്കവാറും 4 8 ആയിരിക്കും. 4 ആയിരിക്കും. ഈ സോണിയുടെ സബ് നമ്മുടെ ഒറിജിനൽ സാധനമാണോ? ഒറിജിനലാണ്ടിരിക്കും. അത് പക്കാ സാധനം. അതിപ്പോൾ വില കുറഞ്ഞ് നിൽക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ, ഇതിപ്പം ഇവർ പിന്നെ അല്ല കിട്ടിയല്ലോ, ഇവന്മാരുടെ സ്വഭാവം നമുക്കറിയാം. കാലക്കൈ പിടിക്കാൻ 60 പീസ് ഉണ്ടായിരുന്നു. 60 പീസ് അന്നേരം തന്നെ ഞാൻ ബില്ലടിപ്പിച്ചു. അവർ ക്ലോസ് ചെയ്തു. അവർക്ക് ഒറ്റയടി നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ചെയ്തേക്കാം, വില കൂട്ടരുത്, ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താൽ അതുകൊണ്ട് തീർന്നായിരിക്കുന്നതും കൂടെ ഉള്ളു. ഇനി ഫൈനൽ പ്രൈസ് 5,990. കൂട്ടാനില്ല, കുറയ്ക്കാനും ഇല്ല. കാരണം ഇപ്പോൾ 7,990 പുതിയ വില ആണോ? വിലയാവും. സാധനം ലാഭമാണ്. അതും ബോക്സും കൂടെ അതും 5,990 3 രൂപയും 6 7 8 1000 രൂപയുടെ വ്യത്യാസം വരും. സോണി പിന്നെ വേറൊരു ലെവലാണ്. ഇതിൽ ഇടിപ്പ് കൂടുതലാണ് സോണിക്ക്, തള്ളിച്ച കൂടുതലാണ്. ഇതിന് തള്ളിച്ച കുറഞ്ഞിട്ട് മുഴക്കമാണ് കൂടുതൽ വരുന്നത്. അത് രണ്ടും ഒരു ചിന്തയാണ്. മറ്റേ ഇട്ടിച്ചങ്ങ് പറിക്കുക, ആ ഒരു സാധനമാണ്. ഇത് നിൽക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ പോകും. അതായത് വെള്ളത്തിൽ കിടക്കുന്ന പോലത്തെ ഒരു ഫ്ലോട്ടിങ് ഓഡിയോ. ഇത് രണ്ടും ഇഷ്ടമുള്ളവരുണ്ട്. ചിലർക്ക് ഇത് തന്നെ വേണം, ചിലർക്ക് അത് വേണം. നമുക്ക് ഇച്ചിരി ഇടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ സോണി എടുത്തോ. അത് ഇമ്പോർട്ടാണോ അല്ലേ? വിയറ്റ്നാം. ഇന്ത്യയിലൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സാധനം ഉണ്ടാവില്ല. അതിവിടെ വെച്ച് നോക്കി കറക്റ്റ് ആവുമെന്ന്. ഇതിലങ്ങനെ ഒരു വിഷയം കഴിഞ്ഞാണ്. ഷേപ്പ് വ്യത്യാസമുണ്ടോ? അവിടെ ഒരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ കണ്ടായിരുന്നു. ഞാൻ നോക്കി, അത് മുട്ടുന്നുണ്ട്. ഗ്യാപ്പ് വരാൻ പറ്റിയല്ല. ഒരു ജൻസി അല്ലെങ്കിൽ പണ്ടാരെടുത്ത് കളയാൻ കഴിയും. ലോക്കായിരിക്കും. സൈഡ് കളഞ്ഞ ഒന്നായിരിക്കും ചോദിച്ചാൽ
വീഡിയോ ചാനലിൽ നമ്മുടെ ട്രാവൽ ബൈസ് കണ്ടിട്ടുണ്ടോ? അതെ അത് മുകളിൽ എത്തുമോ ഏറ്റവും മുകളിൽ സംഗതി ഏത് ഹോസ്പിറ്റലാണ്? ആ അകത്തോട്ട് ഇച്ചിരി കയറിയല്ലേ അത്? ആ ഇപ്പം നല്ല ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു അല്ലേ? ആ ആ ഓക്കെ വന്നത് സന്തോഷം. അവിടെ നമ്മുടെ ഒരു കസിൻ ഉണ്ട്, ഒരു ഡോക്ടർ, മറ്റേ ഈ യൂറോളജി. ഉണ്ടുണ്ട്, ഒത്തിരി ടൈപ്പ് ഉണ്ട്. എന്നാ പറഞ്ഞ സാറേ? ആ ആ ആ ഉവ്വ അമൃതന്റെ പ്രൈസ് എല്ലാം പറഞ്ഞു കൊടുക്കും. നോസ് പ്ലെയർ തരാം, എൻസി നോസ് ഏത് വേണേലും കൊടുക്കാം. അത് ഗൂഗിൾ പേ എന്നെ പറഞ്ഞുകൂടാ എൻ്റെ പൊന്നെ എൻസി. ഞാൻ ഈ പണിക്കിടയിൽ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ലോ. ഉണ്ടോ? ആ ഒരു സബ് വൂഫറും 2 ബോക്സും ഒരു സ്റ്റാർ സ്കൂട്ടർ. നമ്മൾ ഓരോരുത്തർക്കും കോൾ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. സോണി ജിൻസി എന്നടിച്ചാലും നമുക്ക് അത് കിട്ടും. ടെക് ട്രാവൽ അടിച്ചിട്ടാലും ആ ചാനൽ കിട്ടും. ഹലോ SONY സോണി JINCY ജിൻസി, സോണി ജിൻസി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ കഴിവതും അതൊക്കെ കയറി കണ്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കുവാണെങ്കിൽ നമുക്ക് കൂട്ടർ സൗകര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് മാറുകയുള്ളൂ ഇവന്മാരുടെ പരിപാടി. നമ്മൾ റിപ്പയർ ഓക്കെ. ഇത് തുരുമ്പ, അതല്ലേ പിന്നെ വേറെ നട്ട് അന്വേഷിച്ച് ഇനി പോകണം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരികയില്ല. ഞാൻ കുറച്ച് കാലം പോയതായിരുന്നു കേട്ടോ, നടത്താനല്ല. അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ പോയത്. ഓക്കെ, അവിടെ വെച്ച് പ്രായമായപ്പോഴത്തേക്കും ഇതൊന്നും പോകാൻ പറ്റാതായി. എന്നാൽ ശരി, ഇടയ്ക്ക് ഇറങ്ങേ 2-3 ദിവസത്തിനുള്ളിൽ വരും. ഇപ്പോഴേ നോയമ്പായിരുന്നുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നവരെല്ലാം പണിയാൻ പണിയായിരുന്നു അവർക്ക്. കൊച്ചിവിടെ ഉണ്ട്. അവര് ഓണാകത്തില്ല സാറേ. ലെൻസ് എത്ര ഇഞ്ചാണ് മോഡൽ നമ്പർ ആണോ? ഇവിടെ നോക്കി. ആ എവിടെയെങ്കിലും ഒരു 43 കൂട്ടിയ ഒരു സംഭവം ഉണ്ടോ നോക്കിയാൽ. കൊച്ചിന് മട്ടായി ഓർഡർ
ഇത് ബാക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് മിന്നുന്നത്. 43 തന്നെയാ മോഡൽ. അതല്ല കറക്റ്റ് കാല് വന്നു. പറഞ്ഞാലും മതി. അല്ല ഏത് സെക്ഷനിൽ മാറ്റണമെന്ന് ഇപ്പം ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ല മാറ്റമുണ്ടെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു തന്നു വിടാമല്ലോ എന്ന് ഓർത്താ ഞാൻ പറഞ്ഞത്. ഒന്നാമത് ഇവിടെ നേടമില്ല. ഒരു വരവ് ഒഴുക്കാൽ ഇപ്പം തന്നെ തിരിച്ചു തരാനാണ് നമ്മൾ ഈ ചോദിക്കുന്നത്, എമൗണ്ട് പറയുന്നത്. പിന്നെ മറ്റേ മടുക്കുകുന്നേലാണ് ശരിക്കും അവരുടെ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നത്. കുരുവനാക്കുന്ന തൊമ്മിക്കുഞ്ഞാട്ടൻ അല്ലേ, തൊമ്മിക്കുഞ്ഞ് ഇവരുടെ അപ്പൻ. പുള്ളി ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നതായിരുന്നു. അത്ര അടുപ്പമുണ്ടായിരുന്നു. പേര് പറയുമ്പോൾ കുളപ്പാത്ത അവരുടെ കസിനാണ്. പറഞ്ഞു പുള്ളി ഫാദറുമായിട്ട് നല്ല കൂട്ടായിരുന്നു ഇതിൻ്റെ ഓണർ. അന്ന് പുള്ളി കാസിനോ തുടങ്ങിയ സമയത്തൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ആദ്യമൊക്കെ വലിയ മെച്ചമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പോൾ വലിയ ഗ്രൂപ്പല്ലേ. അവിടെ കുട്ടിക്കാനത്ത് അവിടെ ഹോട്ടലായിട്ടുണ്ടോ, റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ? നാച്ചുറോപ്പതി ഹോസ്പിറ്റലായിട്ടാണ്, ഹോട്ടൽ പോലെ. അപ്പോൾ നമുക്കവിടെ എത്ര ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്? അതുപോലെ തന്നെ കാര്യം മലയാളിക്ക് 45,000 ഇല്ല. മലയാളികൾ ഇന്ന് ഇൻ്റർനാഷണലാണ്. അതെ, മനസ്സിലായി. നല്ല ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഇന്ന് മലയാളി റഷ്യയിൽ പോയി റഷ്യൻ്റെ കാശുണ്ടാക്കുന്നു, കാനഡയിൽ പോയി കാനഡ, അമേരിക്കയിൽ പോയി അമേരിക്കയുടെ കാശുണ്ടാക്കും. അവിടെ തന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നാച്ചുറോപ്പതി എത്ര ദിവസത്തെയാണ്? 15 ദിവസം. അതിന് 45,000 രൂപ. ഈ 15 ദിവസം എത്ര രൂപ വരും? 45,000 രൂപ പെർ ഡേ വരുമോ? അത് ഭയങ്കര റേറ്റാണ്. അത് ഭയങ്കര റേറ്റ്. അപ്പോഴത്തേക്ക് 45,000 രൂപ വരുമ്പോൾ 4.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരും. അവർ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ പുറത്ത് പോയാൽ മലയാളിക്ക് പറ്റും, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആലോചിക്കും. ഇൻഷുറൻസ് കവറിങ് ഇല്ലല്ലോ. ഇൻഷുറൻസ് എടുക്കുമോ? മറ്റേ നമുക്ക് ഉള്ളത് ഇവരുടെ തന്നെ ഇത്തിരി. ഓക്കെ, വളരെ സന്തോഷം. സൗണ്ട് ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ STK കംപ്ലൈൻ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. ധൃതി 1 മാസം കഴിഞ്ഞു കൊണ്ടുപോകാം.